പ്രതിസന്ധത്തിന്റെ യോഗ്യതയിൽ കർത്താവ് നോക്കിത്താഴ്ത്തും. ഹല്ലേലൂയ. ശക്തമായ ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളെ നോക്കിത്താഴ്ത്തണമെങ്കിൽ പ്രതിസന്ധി അനുഭവിച്ച ക്രിസ്തുവിന്റെ മുഖം ധ്യാനിക്കണം. അവൻ നടന്നുപോയ വഴിയിലൂടെ നടക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ നടന്ന വഴികളെ കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് പ്രതിസന്ധികളുടെ ആ വലിയ ഒരു മൂർച്ച നമുക്ക് നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ ഈ മാറ എന്ന് പറയുന്നത് കയ്പ് ജലം മാത്രമല്ല, ഒരു വ്യക്തിയുടെ പേര് മാറ എന്നായിരുന്നു. അതെവിടെയെന്ന് അറിയാമോ? റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കും. റൂത്തിന്റെ പുസ്തകത്തിൽ എലിമലേക്ക് നവോമി എന്ന് പറയുന്ന രണ്ടുപേരുണ്ട്. അവർ ദമ്പതികളാണ്. അവര് വേദനക്കാരായതുകൊണ്ട് അവിടെ പട്ടിണിയായതുകൊണ്ട് മോവാബ് ദേശത്ത് വന്ന് താമസിച്ചുകൊണ്ടിരിക്കും. ഏകദേശം കുറച്ചുകാലം മോവാബ് ദേശത്ത് വന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എലിമലേക്ക് മരിച്ചുപോയി. ഇപ്പോൾ നവോമി മാത്രമാണ്. അങ്ങനെ നവോമിക്ക് 2 മക്കളുണ്ട്, ആൺമക്കൾ. ആ ആൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ 2 മരുമക്കളും കൂടിയാണ്. ഈ 2 ആൺമക്കൾ ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവര് മരിച്ചു. അങ്ങനെ നവോമി ഒറ്റപ്പെട്ടു. 2 മരുമക്കളെ 3 പെണ്ണുങ്ങൾ മാത്രമായി ഒരു കുടുംബത്തിൽ ആൺതരികളൊന്നുമില്ലാത്ത അവസ്ഥ ആ കുടുംബത്തിൽ കിടന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടെ നവോമി പറയുന്നത്, നവോമി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നവോമി എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. നവോമി എന്ന് പറഞ്ഞാൽ സന്തുഷ്ട എന്നാണ് പദത്തിന്റെ അർത്ഥം. വേണം ഇനിയുള്ള പിള്ളേർക്കെല്ലാം ആ പേരിട്ടു. ഹല്ലേലൂയ. വലിയ ഷേപ്പുള്ള പേരൊന്നും അല്ലെങ്കിലും അതിന്റെ അർത്ഥം വളരെ നല്ലതാണ്. സന്തുഷ്ട എന്നാണ് പേര്. ഈ സന്തുഷ്ട എന്ന് പറയുന്ന പെൺകുട്ടി അവള് റൂത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നവോമി എന്നെ ഈ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും എന്റെ കൂടെ കൂടിയാൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കണം. റൂത്ത് പറഞ്ഞു, ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടുമില്ല, എനിക്ക് അമ്മയെ വേണം.